ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തി. അതിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാൻ പോവാണ് ഗൈസ്. അമ്മയും അച്ഛനും മേടിച്ചെന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ബോക്സ് ഗൈസ്. ഇതിൽ 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ ബോക്സ് ആയിരുന്നു, ഇപ്രാവശ്യം എനിക്ക് പിങ്ക് കിട്ടി ഗൈസ്. ഇവിടെ ബാർബിയാണ്. അടുത്ത സൈഡ് ഒരു ഗെയിമാണ് തോന്നുന്നു, ബോൾ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കളിക്കാനുള്ളത്. പിന്നെ അടുത്തത് ജോമെട്രി ബോക്സ്. ഇത് ഒരു സാധാരണ ഒരു ജോമെട്രി ബോക്സ് ആണ് ഗൈസ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു പെന്നും സ്കെച്ചും ഒരു പെൻസിലും ഉണ്ട് കേട്ടോ. ഞാൻ പെന്നും സ്കെച്ചും പെൻസിലും. സാധാരണ ജോമെട്രി ബോക്സുകളിൽ ചെറിയ പെൻസിലായിരിക്കും, ഇതിൽ വലിയൊരു പെൻസിലാണ്. പിന്നെ എല്ലാം സാധാരണ പോലെ തന്നെ കേട്ടോ. അടുത്തത് സ്നാക്സ് ബോക്സ് കേട്ടോ. യെല്ലോ കളറിലാണ്, എൻ്റെ ഫേവറേറ്റ് കളർ ഗൈസ് കേട്ടോ. ഇതാ അടുത്തത് ബുക്ക് ഗൈസ്. 2 ബുക്കാണ്. എനിക്ക് ബാക്കിയുള്ള ബുക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ 2 ബുക്കേ മേടിച്ചിട്ടുള്ളൂ. എന്താ സ്കൂളിൽ നിന്ന് എല്ലാ ബുക്കും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് 2 ബുക്ക് മേടിച്ച്. പിന്നെ കളർ പെൻസിൽ. ഇതിൽ 24 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഞാൻ തുറന്ന് നോക്കുകയാണ് എത്ര കളറുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ. പിന്നെന്താ എടുക്കുക? പിന്നെ ഗമ്മ് പശ ഗൈസ്. ഇത് ഞാൻ സാധാരണ ചെറുതാ മേടിക്കുക, പ്രാവശ്യം കുറച്ച് വലുത് മേടിച്ചു ഗൈസ്. ടേപ്പ്, ഇത് ക്ലിയർ ടേപ്പാണ് ഗൈസ്. പിന്നെ സോക്സ് ഗൈസ്. അടുത്തത് സ്കൂൾ ഷൂ കേട്ടോ. എൻ്റെ സ്കൂളിൽ ബ്ലാക്ക് ഷൂ ആണ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് അടുത്തത് ഒരു പെൻസിൽ. ഇതൊരു ഡാർക്ക് പെൻസിലാണ്, ബ്ലാക്കിൻ്റെ ഒരു പെൻസിലാണ്. ഇത് പിന്നെ സാധാരണ ഡോംസിൻ്റെ ഒരു പെൻസിൽ. ഇത് എക്സ്ട്രാ ഡാർക്കാണ് ഗൈസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ആ പെൻസില് സാധാരണ ഒരു പെൻസിലാണ്, അത് കുറച്ച് ഡാർക്കാണത്. ചില പെൻസിലൊന്നും ഡാർക്കേ ഉണ്ടാവില്ല. പിന്നെ അടുത്തത് പെൻസിൽ പൗച്ച് ഇതാട്ടോ. പെൻസിൽ പൗച്ച് യെല്ലോ കളർ, അതും യെല്ലോ കളർ ഗൈസ്. പിന്നെ ഒരു ഹൈലൈറ്ററാണ് കുറോമീൻ്റെ ഇതാട്ടോ. അടുത്തത് വന്നിട്ട് കുറേ ഉണ്ട് കേട്ടോ. അത് ഇതാട്ടോ, കുറേ പെന്നുണ്ട്. ഇതും പിന്നെ ഈ 3 എണ്ണം വേറെ പെൻസിലാണ്. ബാക്കിയുള്ളതെല്ലാം ഒരു സാധാരണ പെന്നാണ്. ഇത് ബ്ലൂ ഇങ്കും പിന്നെ ഇത് ബ്ലാക്ക് ഇങ്കും ആണ്.
പിന്നെ ഈ പെന്ന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുക ടിക് ടിക് പെന്നാണെന്ന്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്താലാണ് അതിൻ്റെ ആ നിബ് വരിക. നോക്കട്ടോ, ഇതാക്കണ്ടാവും. ഇപ്പം നിബ് വന്നു ഗൈസ്. പിന്നെ ഇത് ഒരു മീറ കേപ്പ് ഡീമൺ ഹണ്ടേഴ്സിലെ മീരൻ്റെ ഒരു പെന്നാണ്. ഇത് ടിക് ടിക് പെന്നാണ് ഗൈസ്. കേട്ടോ, ടിക് ടിക്. പിന്നെ ഇതൊരു സാധാരണ ഒരു ബ്ലൂ പെൻ. അടുത്തത് ഒരു 2-3-4 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. മഴ പോലെ ഇങ്ങനെ പൊപ്പിക്കും. കുറേ ഉണ്ട് ഗൈസ്. ഇറൈസറും കട്ടറുമാണ് ഗൈസ്. ഇത് പിന്നെ യൂണിക്കോണിൻ്റെ ഒരു റബ്ബറാണ്. അത് ക്യൂട്ടായപ്പോൾ എനിക്ക് പർപ്പിൾ കളറും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ക്യൂട്ടായതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ സ്റ്റാപ്ലർ. അടുത്തത് സ്കെയിലാണ് ഗൈസ്, 5 എണ്ണം. അതാട്ടോ. അടുത്തത് ഒരു മറ്റേ കളർ മാറ്റി ഉപയോഗിക്കുന്ന ഇറേസർ ഇല്ലേ, അതാണ്. കുറേ 5 കളറുണ്ട് ഗൈസിൽ, മാറ്റി മാറ്റി ഉപയോഗിക്കാം. പിന്നെ സ്കെച്ച് മെയിനായിട്ട്. പിന്നെ യെല്ലോ പെൻസിൽ. പിന്നെ ഇതൊരു മാജിക് പെന്നാണ്. ഇതിൽ ആ ബോക്സിൽ ഞാനൊന്ന് എഴുതി കാണിക്കാം. നിങ്ങൾക്ക് ക്യാമറയിൽ കാണണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് നല്ല വർക്കിംഗ് ആണത്. കേട്ടോ. അടുത്തത് ഒരു പെൻ ഹോൾഡർ. പെൻ ഹോൾഡർ. അത്രയും പെന്നുണ്ട്, കുറേ പെന്നുള്ളതുകൊണ്ട് പെൻ ഹോൾഡർ മേടിച്ചു ഗൈസ്. പിന്നെ ഒരു പേപ്പർ പിൻ. ഇതാട്ടോ ഒരു ബോക്സ്. ഇത് സ്കൂളിൽ ചിലപ്പോൾ ക്രാഫ്റ്റിനോ ആർട്ടിനോ എന്തെങ്കിലും വേണ്ടി വരും പറഞ്ഞാൽ മേടിച്ചതാണ്. പിന്നെ ഇതൊരു സാധാരണ സ്കെയിലാണ്. പക്ഷേ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ സ്കെയിൽ 15 വരെയല്ലേ ഉണ്ടാവുള്ളൂ, ആ ചെറിയ സ്കെയില്. ഇതിങ്ങനെ ഒരു റൊട്ടേറ്റ് മാതിരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 വരെയുള്ള സ്കെയിലാക്കും ഗൈസ്. അതിൻ്റെ നടുക്കത്തെ ഷേപ്പുകളിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ അടുത്തത് വന്നിട്ട് ഹെയർ ബാൻഡ്, ബ്ലൂ കളർ. പിന്നെ ബ്ലൂവും വൈറ്റും. പിന്നെ ഒരു ബ്ലാക്ക്, ഒരു പർപ്പിൾ കളർ, ഒരു പൂച്ചൻ്റെ ചെവി പോലെയുള്ളത് ഗൈസ്. അടുത്തത് ഒരു റിബൺ, ബ്ലാക്ക് റിബൺ. പിന്നെ രണ്ട് സ്ക്രഞ്ചി ഉണ്ട് ഗൈസ്. അടുത്തത് വന്നിട്ട് ക്ലിപ്പാണ്. അടുത്തത് ഒരു ബ്രേസ്ലെറ്റാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ മേടിച്ചാണ്. കളർഫുള്ളായിട്ടുണ്ട്. അടുത്തത് ഒരു ബ്ലൂ കളർ ക്ലിപ്പാണ്. അടുത്ത ബ്ലൂ കളർ നല്ല സ്പോഞ്ച് പോലെയുള്ള. പിന്നെ ഇതൊരു ബണ്ണാണ്. ഇത് മറ്റേ സാധാരണ ടൈപ്പ് ബണ്ണ് ഗൈസ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കിളി ഇങ്ങനെ വന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. നല്ല സൗണ്ടായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. പിന്നെ കമ്മലാണ്.
ബ്ലാക്ക് ഒരു ബട്ടൺ പോലത്തെ ഒരു കമ്മൽ. അടുത്തത് ഒരു കുറോമിൻ്റെ കമ്മൽ. അടുത്തത് ഒരു കിളിയാണ് ഗൈസ്, ഒരു ചെറിയൊരു കിളിയാണ്, പിങ്ക് കളർ, നല്ല ക്യൂട്ടാണ് കഴിച്ചത്. അടുത്തത് ഒരു റെഡ് സ്റ്റോൺ പോലത്തെ ഒരു കമ്മലാണ്. സ്റ്റോൺ തന്നെയാണ്, ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ളത് ഒരു കമ്മലാണ് കേട്ടോ. അടുത്തത് ഒന്നുകൂടി ഉണ്ട്, അതിൻ്റെ ഒരു പേര്. അടുത്തതൊരു വൈറ്റ് ഒരു മുത്ത് വെച്ച മാറ്റൊരു കമ്മൽ ഗൈസ്. ഈ കവറിൽ അത്രയേ ഉള്ളൂ. അടുത്തത് എന്താണ്, കുറച്ചൊരു ഇതായിട്ടുള്ള സംഭവമാണ് ഗൈസ്. അടുത്തത് ക്ലിപ്പാണ് ഗൈസ്, ചെറിയൊരു ക്ലിപ്പ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രസ്സിന് മാച്ച് കളർ ക്ലിപ്പ്. പിന്നെ ഒരു ഫ്ലവർ ക്ലിപ്പാണ് ഗൈസ്, ഫ്ലവർ ക്ലിപ്പ്. ഇത് 2 കളർ മേടിച്ചു. അടുത്തത് ഒരു സ്റ്റാർ ക്ലിപ്പ്. അടുത്തത് ചെറിയൊരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു ക്ലിപ്പ് ഗൈസ്. ഇതുണ്ടോ, ബട്ടർഫ്ലൈ പോലത്തെ ഒരു ക്ലിപ്പ്. അടുത്തത് ഒരു യെല്ലോ ക്ലിപ്പ്, സാധാരണ ചെറിയ ക്ലിപ്പ്. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ 2 എണ്ണം മേടിച്ചു. അതിൻ്റെ ഒരു പിങ്കും അല്ല ഒരു ഓറഞ്ചും അല്ലാത്തൊരു കളറിൻ്റെ. പിന്നെ വാട്ടർ ബോട്ടിൽ. ഇതിൻ്റെ അടിയും ഒരു മൂടിയും അതിൻ്റെ അടിഭാഗവും സ്റ്റീലാണ് ഗൈസ്. ബാക്കിയുള്ളത് മാത്രമേ പ്ലാസ്റ്റിക് ഉള്ളൂ. ഈ മേലത്തെയും താഴത്തെയും സ്റ്റീലാണ്. നല്ലൊരു വാട്ടർ ബോട്ടിലാണ് ഗൈസ്. പിന്നെ ലഞ്ച് കിറ്റ്. ഇത് യൂണിക്കോണിൻ്റെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ് ഗൈസ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ്, ലഞ്ച് കിറ്റാണ്. ഞാൻ അങ്ങനെ വയ്ക്കുമ്പോൾ ചെറുതുപോലെ തോന്നും കേട്ടോ. നല്ല വലിയൊരു ലഞ്ച് കിറ്റാണ്. എല്ലാം കൊള്ളും ഗൈസ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് പോലത്തെ സ്ഥലം. പിന്നെ അടുത്തത് മെയിൻ ഐറ്റം, ബാഗ് ഗൈസ്, അഡിഡാസിൻ്റെ ബാഗ്. ഇതിൽ 4 അറയുണ്ട് കേട്ടോ. ഇതാട്ടോ, ഇതാണ് സിബ്. 4 സിബ് ഉണ്ട് ഗൈസ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗാണത് കേട്ടോ. ഇത് എനിക്ക് ഈ കളറ് എടുക്കാൻ കാരണം എനിക്ക് കളറ് നല്ലൊരു കളറാണ് ഗൈസ്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കളറ്. ഇത് നല്ലൊരു, അതായത് എല്ലാം കൊള്ളും ഗൈസിൽ. നല്ല സ്ഥലമുണ്ട്, എല്ലാം കൊള്ളും. അടുത്തത് ഈ പെൻസിൽ പൗച്ചും പിന്നെ ഈ 2 സാധനങ്ങൾ എനിക്ക് കഴിഞ്ഞ വർഷം ടീച്ചർ ലാസ്റ്റ് ഇയർ തന്നതാണ് ഗൈസ്.
ഗിഫ്റ്റ് തന്നാണ്, എല്ലാവർക്കും കൊടുത്തു. ഈ സ്കെയിലും ഈ റബ്ബറും അതൊരു സെറ്റായിട്ടാണ് തന്നത്. അതിലെല്ലാം ഉണ്ടായിരുന്നു. അടുത്തതൊന്നും ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടതൊക്കെ പറയണം കേട്ടോ. ഇത് എൻ്റെ ടീച്ചർ ഗിഫ്റ്റ് തന്നതായതുകൊണ്ട് ഞാൻ ഇക്കൊല്ലം ഈ പൗച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുതിയ പൗച്ചൊന്നും ഞാൻ മേടിക്കുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞു ഗൈസ്, നിങ്ങൾക്കെല്ലാം കാണിച്ചു തന്നു. നിങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കൂളിൽ പോകാനൊക്കെ എല്ലാവരും ഇഷ്ടമല്ലേ? ഞാനും നല്ല ഹാപ്പിയാണ് ഗൈസ്. ഫ്രണ്ട്സിനെയൊക്കെ പുതിയ സാധനങ്ങൾ കാണിക്കുക, ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും ഗൈസ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണം ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.